അഖിൽ മാരാർ മലയാളികൾക്കിടയിൽ ഒരു മുഖവര ആവശ്യമില്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ് അഖിൽ മാരാർ. തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ വിജയ് എന്നതിനപ്പുറം പല രീതിയിലും രാഷ്ട്രവും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനവും ഒക്കെ നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അരാജകങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ക്രൈസിസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ തിരുത്തപ്പെടേണ്ട പല നേതാക്കളുടെയും അഭിപ്രായങ്ങളും രീതികളും പോലും വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന, ഒരു രീതിയിലും ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു പിൻവാങ്ങലും ഇല്ലാതെ കാര്യങ്ങൾ തുറന്നടിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളും പല ഫേസ്ബുക്ക് പോസ്റ്റുകളും മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഈ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറേയൊക്കെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ പോലും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട, ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ പല പോസ്റ്റുകളും ഒരു പക്ഷേ രാജ്യവിരുദ്ധമെന്നോ അല്ലെങ്കിൽ രാജ്യത്തിലെ സൈനികർക്ക് അവരുടെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ അഖിൽ മാരാർ നിരന്തരം ഇടുന്നൊരു സാഹചര്യം ഉണ്ടായി. ശാരിക ശ്രദ്ധിച്ചു കാണുമല്ലോ? തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചിരുന്നു. കാരണം അഖിൽ മാരാരിൽ നിന്ന് അങ്ങനെ ഒരു ലൈവോ അങ്ങനെ ഒരു പോസ്റ്റോ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അഖിൽ മാരാരിന്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന പല സെലിബ്രിറ്റികളും വളരെ പ്രശസ്തരായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് പേർ അവർ സ്ഥിരമായി വെടലത്തരം ഇരുന്ന് പറയുന്ന ആൾക്കാരായതുകൊണ്ടും ചില കോൺട്രവേഴ്സികൾ ചെയ്യുന്നതുകൊണ്ടും നമ്മൾ അവരിട്ടപ്പോൾ ആൾക്കാർ, സോഷ്യൽ മീഡിയക്കാർ അവരെ പൊങ്കാല ഇടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അഖിൽ മാരാർ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചില്ല, അതോടൊപ്പം ജനങ്ങളും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ കനത്ത പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിന് താഴെ, ലൈവിന് താഴെ. എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടാണ് അഖിൽ മാരാർ ലൈവിന് താഴെ ഇത്രയും പച്ചത്തെറികൾ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അബ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് അഖിൽ മാരാർ എപ്പോഴും സാധാരണഗതിയിൽ അഖിൽ മാരാരെ പൊഴുത്തിക്കൊണ്ടുള്ള അഖിൽ മാരാർ കി ജയ്, അഖിൽ മാരാർ ഈസ് റൈറ്റ് എന്ന് പറയുന്നിടത്ത് ഇപ്രാവശ്യത്തെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു യുദ്ധത്തെ സംബന്ധിച്ചിട്ടിരുന്ന ആ ഒരു പോസ്റ്റ് കണ്ടിട്ടുള്ള കമന്റുകൾ കണ്ടാൽ ശരിക്കും നമ്മൾ ഓടിക്കളയും. അത്രമാത്രം വെറുപ്പ് ജനങ്ങളിൽ അദ്ദേഹത്തോട് ഉണ്ടായിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, പേട്രിയോട്ടിസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ ഇന്ത്യൻ സേന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും ഇന്ത്യ ഒരു രാജ്യത്തേക്കും നുഴഞ്ഞു കയറാൻ ശ്രമിക്കാറില്ല, അങ്ങോട്ട് ആരെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല, ആരുടെയും അധിനിവേശം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ മാക്സിമം പ്രതിരോധത്തിലേക്ക് ഊന്നി നിൽക്കുന്ന ഒരു സൈന്യമാണ് നമുക്കുള്ളത്. എന്നാൽ നമുക്ക് ആക്രമിക്കാൻ കെൽപ്പില്ലാത്തവരല്ല. പക്ഷേ നമ്മുടെ നെഞ്ചത്ത് കയറി വെടിവെക്കാൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? പലവട്ടം ചെയ്തു, കാലങ്ങളായിട്ട്. ഇത് 2025-ലോ 24-ലോ 2020-ലോ തുടങ്ങിയതല്ല. കാലങ്ങളായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ള കാലങ്ങളായിട്ട് എന്ന് ഇന്ത്യയിൽ നിന്ന് വേർപെട്ടോ അന്ന് തൊട്ട് പാകിസ്ഥാന് തുടങ്ങി ഇന്ത്യയോടുള്ള ശത്രുതയും, ഇന്ത്യ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ, തീവ്രവാദമാണ് ഏറ്റവും നല്ലതെന്ന രീതിയിൽ തീവ്രവാദികളെ അവിടുത്തെ ഏറ്റവും വലിയ വീരസമര നേതാക്കന്മാരായി വാഴ്ത്തുന്നവരാണ് പാകിസ്ഥാനികൾ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇന്ത്യ അവിടുത്തെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനാണ് പല ഓപ്പറേഷൻസും മുന്നിട്ടിറങ്ങുന്നത്. അതിന്റെ ലാസ്റ്റത്തെ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ തിരിച്ച് പ്രതികരിക്കുകയും അതൊരു യുദ്ധസമാനമായ രീതിയിലേക്ക്, ഒരു കാൽഭാഗം യുദ്ധത്തിന്റെ രീതിയിലേക്ക് തന്നെ അത് മാറുകയും അതിർത്തിയിൽ ഭയങ്കരമായ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ഷെല്ലാക്രമണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഈ സമയത്ത് നമ്മൾ അഖിൽ മാരാരെയൊക്കെ പോലെ അത്യാവശ്യം പൊളിറ്റിക്കൽ വ്യൂവും അത്യാവശ്യം വായനയും അത്യാവശ്യം വിവരവും, പച്ചയ്ക്ക് തന്നെ പറയാനല്ലോ ചെയ്യും, അത്യാവശ്യം വിവരമുള്ള ഒരു മനുഷ്യനിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പ്രതീക്ഷിച്ചത്. അഖിൽ മാരാരുടെ അഭിപ്രായം അനുസരിച്ച് അഖിൽ മാരാർക്ക് ദേഷ്യം തോന്നിയത് ഇന്ത്യ ഒരു യുദ്ധം നിർത്താൻ പാടില്ലായിരുന്നു. ഇന്ത്യ ആരോട് ചോദിച്ചിട്ടാണ് യുദ്ധം നിർത്തിയത്? ഇന്ത്യ എന്തിനാണ് യുദ്ധം നിർത്തിയത്? അമേരിക്ക എന്തിനകത്ത് ഇടപെട്ടു? അമേരിക്ക പറഞ്ഞാൽ കേൾക്കാനുള്ള കാവൽ പട്ടികളാണോ ഇന്ത്യ എന്ന രീതിയിലാണോ അഖിൽ മാരാർ പ്രതീക്ഷിച്ചത്? എന്താണ് അഖിൽ മാരാർ ഇത്ര ബാലിശമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു അഖിൽ മാരാർ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റുകളും വായിക്കാനുള്ള സമയപരിധി നമുക്കുണ്ട്. തീർച്ചയായിട്ടും അത്രയും വലിയൊരു പോസ്റ്റുകളാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ലൈവുകളും ആ രീതിയിലുള്ള ലെങ്ത് ഉള്ളതാണ്. എന്തായാലും ചില പരാമർശങ്ങൾ ഇവിടെ കോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ, ഒരു പോസ്റ്റിന് തുടർച്ചയാണ്, അതിനകത്തൊരു ചില ഭാഗങ്ങൾ മാത്രം പറയുകയാണ്. രണ്ടായാലും പാകിസ്ഥാന്റെ അടിയും മേടിച്ച് രാജ്യത്തെ പൗരന്മാരുടെ ജീവനും പോയിട്ടും പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ സർക്കാർ ഇല്ലാതാക്കിയത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആത്മാഭിമാനമാണെന്ന് പറയാതെ വയ്യ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നമ്മുടെ ഒരു ജവാനെ വരെ കൊന്ന പാകിസ്ഥാനെ ഈ രായ്ക്ക് രാത്രി പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മോദി വെറും ഗീർവാണ മോദിയാകും. അത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അഖിൽ മാരാർ ഈ സിനിമാറ്റിക് സ്റ്റൈലിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സിനിമയുടെ സംവിധായകനാണ്. ഞാൻ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പല പോസ്റ്റുകളും ഞാൻ കണ്ടിരുന്നു. അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണൊരു ഹീറോയിക് എലമെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യ അല്ലെങ്കിൽ യുദ്ധം നിർത്തണമെങ്കിൽ അവരുടെ ഭീകരവാദികളെയൊക്കെ പാകിസ്ഥാൻ മുന്നിൽ കൊണ്ട് നിർത്തണമെന്ന് പറയണമായിരുന്നു, ഒരു കണ്ടീഷൻ വെക്കണമായിരുന്നു ഒക്കെയാണ് അവർ പറയുന്നത്. ഇതിനകത്തെ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിയന്തരമായി തന്നെ പ്രശ്നപരിഹാരം കാണേണ്ട യുദ്ധത്തിനൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ട് ഇരു രാജ്യത്തിനും ലോസ് തന്നെയാണ്. നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ സൈന്യമോ അല്ലെങ്കിൽ നമ്മുടെ സംയുക്ത സേനയൊക്കെ അത് അഡ്രസ്സ് ചെയ്യാത്തത് അതിന് വ്യക്തമായ ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്ന് പോലും സൈന്യം പറയാത്തത്. അതിന് അവരുടേതായ വ്യക്തമായ പ്രോട്ടോക്കോളുകളുണ്ട്, അതിൻ്റെ അവരുടേതായ രീതികളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം എന്നത് എല്ലാ സമയത്തും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായാലും
അത് നഷ്ടം എന്നുള്ളതല്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കില്ല. യുദ്ധം ഈ സന്നിഹിതമായ ഒരു സമയത്ത് ഇന്ത്യ ആ ഒരു നടപടി കൈക്കൊണ്ടു എന്നതിനപ്പുറം യുദ്ധത്തിനെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ മഹത്തായ ഈ ഒരു ഭാരതത്തിന്റെ സംസ്കാരമോ ഇന്ത്യയോ അങ്ങനെയല്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം പാകിസ്ഥാൻ തന്നെയാണ്. നമ്മൾ ന്യൂസുകളിൽ നമ്മൾ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സോഴ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം, പാകിസ്ഥാൻ തന്നെയാണ് മുൻകൈ എടുത്തത്. ഇതിന് യുദ്ധം നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സമവായ ചർച്ചകൾക്കോ പാകിസ്ഥാൻ മുൻകൈ എടുത്തു. അത് മുൻകൈ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അത് ആഗ്രഹിച്ചു തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്കും സിവിലിയൻസിനും ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിച്ചു. വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ ആക്രമണങ്ങൾ നടത്തി. ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം തകർത്തു. അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരിൽ ഭീകരരുടെ കുടുംബങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റാൾക്കാരുമാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ യുദ്ധം മുറുകുന്ന ഒരു സമയത്ത് നമുക്കറിയാം, സാധാരണയായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അറ്റാക്കുകൾ ആ രീതിയിൽ അവർക്ക് ഈ മനുഷ്യത്വപരമായിട്ടുള്ള മാനവികതയുടെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. നമ്മൾ ഇന്ത്യ കാണുന്ന കണക്കുള്ള കൺസേണുകളൊന്നും അവർക്കില്ല. സിവിലിയൻസിലേക്ക് കുറെ കഴിയുമ്പോഴത്തേക്കും അവർ അറ്റാക്ക് നടത്തും. സ്വാഭാവികമായിട്ടും ഇന്ത്യയും പ്രതിരോധം തീർത്തേ മതിയാകൂ. അത്തരം യുദ്ധം മുറുകുന്ന സമയങ്ങളിൽ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ രീതിയിൽ പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു സൈനിക മേധാവിയൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും അതിന് നിന്നുകൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു മോശമല്ല, ഒരിക്കലും മോശമല്ല. കാരണം നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും സുരക്ഷയും നമ്മുടെ സംരക്ഷണവും കൂടി മുന്നിൽ കണ്ടിട്ടാണ് സൈന്യമാവട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമാകട്ടെ, ഇന്ത്യയുടെ കര നാവിക വ്യോമസേന മേധാവികളാകട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ആ തീരുമാനം കൈക്കൊണ്ടത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഈ ഹീറോയ്ക്ക് എലമെന്റ് നോക്കിയിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ പറയുമ്പോൾ വെറുതെ നിർത്താൻ പാടില്ലായിരുന്നു, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പാടില്ലായിരുന്നു. ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട സമയമേ അല്ല. ഇത് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷത്തും ചിലപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ ഇതിൽ യാതൊരു പങ്കാളിത്തമില്ലാത്ത നിരപരാധികളുടെ ജീവനായിരിക്കാം. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ജയ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കണ്ണീച്ചോരയില്ലാത്ത, എന്തും ചെയ്യാൻ മടിയുള്ള, വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു രാജ്യമാണ്, രാജ്യക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാഷ്ട്രവും ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവർ യാത്രാ വിമാനങ്ങളെ കവചിതമാക്കിക്കൊണ്ട് ഇന്ത്യക്കാരെ ആക്രമിച്ചത്. അപ്പം തന്നെ അവരുടെ സ്റ്റാൻഡേർഡ്, അവർക്ക് ജനങ്ങളോട്, അവരുടെ സ്വന്തം നാട്ടിലെ ജനങ്ങളോടുള്ള ആത്മാർത്ഥ, ആ രാജ്യം കത്തി നശിച്ചാലും ഇന്ത്യ നശിക്കണം, സ്വന്തം രാജ്യം കത്തി നശിച്ചാലും ഇന്ത്യ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. ഇന്ത്യ ഒരു അപ്കമിങ്, അതായത് ഏറ്റവും അധികം ഡെവലപ്പിംഗ് നടക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ലോകത്തിന്റെ നെറുകയിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഒരു പക്ഷേ മറ്റെല്ലാ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ വികസിത രാജ്യങ്ങൾക്കും അപ്പുറം കയറാൻ കപ്പാസിറ്റി ഉള്ള ഒരു വളർച്ചയിലാണ് ഇന്ത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇങ്ങനെ യുദ്ധമെന്നും പറഞ്ഞ് ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ലോസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അതിനെ അഖിൽമാരാരിങ്ങനെ പേടിത്തൊണ്ടന്മാർ അല്ലെങ്കിൽ ഗീർവാണം എന്നൊക്കെ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, റൈറ്റ് ടു സ്പീക്ക് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എന്തും തോന്നിയവാസവും നമ്മുടെ അധികാരികളെ വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഈ മോദി നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെയും അനുകൂലിച്ചു പറയുന്ന ഒരു മാധ്യമമല്ല. എന്നാൽ പോലും ഈ യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്, അല്ലെ? പ്രതിപക്ഷം ഭരണപക്ഷം എന്നതിനപ്പുറം എല്ലാ സ്റ്റേറ്റും എല്ലാ പാർട്ടിക്കാരും അവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം പ്രാർത്ഥിക്കുന്നു, ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നു. ഒരാൾ പോലും, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ ശ്രദ്ധിച്ചാൽ മതി, ഒരു പാർട്ടിയെങ്കിലും ഒരു മോശം വർത്തമാനം പറഞ്ഞിരുന്നു. യുദ്ധം നിർത്തിയത് മോശമായി പോയി ആരും പറഞ്ഞില്ല. കാര്യം യുദ്ധം നിർത്തിയത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ത്യ അതിനെ ഈ പറഞ്ഞ പോലെ ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടായിട്ടില്ല. അത് അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറഞ്ഞ കാര്യം ഒരു സെക്കൻഡറി കാര്യമാണ്. അമേരിക്ക ഒരു പക്ഷേ ഒരാൾ കളിക്കാൻ നോക്കിയതല്ല, കാര്യം ഇന്ത്യ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ജയ്, ഞാൻ ചോദിക്കട്ടെ, ഞാനും ജയും തമ്മിലൊരു വഴക്ക്, നമ്മളൊരു രാഷ്ട്രങ്ങളാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് അയാൾക്കറിയാം ജയുടെ കപ്പാസിറ്റി എത്രയാണ്, ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്, എന്റെ അവസ്ഥ എന്താണ്. അപ്പോൾ ഒരാൾ തന്റെ കോമൺ സുഹൃത്തായിട്ടുള്ള ഒരാളിൽ തന്റെ സുഹൃത്തായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നാൽ അതൊരു തെറ്റല്ലല്ലോ. രാജ്യത്തിന്റെ ലോകം ശരിക്കും പേടിച്ചു. ലോകത്തിലെ പല കൺട്രീസിനും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് ഭൂരിഭാഗം പേരും തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ കനത്ത നാശനഷ്ടം അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനി വാണിജ്യപരമായിട്ട്. പക്ഷേ മറ്റ് ലോക രാഷ്ട്രങ്ങൾ ഭൂരിഭാഗം പേരും ഇന്ത്യയുടെ ഭാഗത്തെ ന്യായമെന്ന് വർഷങ്ങളായിട്ട് അറിയാം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഈ കളി. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ അറിയാം ഇന്ത്യയുടെ ശക്തി എത്ര മാത്രമാണ് എന്നവർക്ക് അറിയാം. അപ്പോൾ മൂന്നാമതാരാൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നത് ഈ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇതിലെത്തരുത്. കാരണം ഇത് ഒരു ശക്തമായി തീർന്നിരുന്നെങ്കിൽ ജയ് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തേക്കാം. രണ്ട് രാജ്യത്തിന്റെയും ചേരികളിൽ ആൾക്കാരുണ്ടാവും. അങ്ങനെയാണല്ലോ 1-2 മഹായുദ്ധങ്ങൾ ഉണ്ടായത്. തീർച്ചയായിട്ടും ശാരിക പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകുന്ന സർവ്വനാശത്തിന് മാത്രമേ കാരണമാകുകയുള്ളൂ. അതേ രീതിയിൽ അമേരിക്ക ഇടപെട്ടു, അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ടത് ഇന്ത്യ ഒരു പരിധിവരെ, അത് അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ച കൊണ്ടല്ല എന്നൊക്കെ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം അടക്കം പറയുമ്പോൾ പോലും, അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും അതൊരു മോശപ്പെട്ട കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം ഇന്ത്യ അമേരിക്കയുടെ
അമേരിക്ക ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. കാര്യം നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അദ്ദേഹത്തിന്റെ ഈ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ട് പുലർത്തുന്ന സൗഹൃദവുമാണ്. ഒരു പ്രധാനമന്ത്രി പോലും ഇത്രയധികം രാജ്യങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനുള്ള രീതിയിൽ മറ്റു രാജ്യങ്ങളെ സൗഹൃദം ആ രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായി കാണില്ല. അതേപോലെ ശത്രു രാജ്യങ്ങൾ പോലും ബഹുമാനത്തോടെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും മറ്റു പല രീതിയിലുള്ള സൗഹൃദങ്ങൾ ആ രീതിയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ലോക നേതാക്കൾക്കിടയിൽ ഇന്ത്യക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത് ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു കഴിവ് തന്നെയാണ്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ ഒരു രീതിയിലും സാധിക്കില്ല. യുദ്ധം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ശാരിക പറഞ്ഞ പോലെ അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കും. ചൈന നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, നമുക്ക് പ്രത്യക്ഷത്തിൽ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഒപ്പമേ നിൽക്കുകയുള്ളൂ യുദ്ധം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ. അതേപോലെ ഇരു രാജ്യങ്ങളുമായിട്ടും സൗഹൃദമുള്ള മറ്റു ബന്ധങ്ങൾ ആയുധ കരാറിലാവട്ടെ അല്ലെങ്കിൽ നയതന്ത്രപരമാവട്ടെ മറ്റു കരാറിൽ ഏർപ്പെട്ടുള്ള രാജ്യങ്ങൾ അതാത് രാജ്യങ്ങളിലെ പിന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതുപോലൊരു മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇന്ത്യ യുദ്ധം നിർത്തി അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന്റെ വാക്ക് കേട്ടോ അമേരിക്കയുടെ വാക്ക് കേട്ടോ ഒക്കെ അതെ അതൊക്കെയാണ് സങ്കടം. ശരിക്കും അത് അത്രയ്ക്ക് സങ്കടപ്പെടുന്ന ആൾക്കാർ മനുഷ്യരാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ രാജ്യത്തും തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഭരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭരണ തലവന്മാർ അങ്ങനെ തന്നെയാണ്. അതിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിവെപ്പുണ്ടായി, അതിർത്തികളിൽ വെടിവെപ്പുണ്ടായി. പക്ഷെ അത് ചെയ്തത് തങ്ങളല്ല, ഭീകര സംഘടനകളാണെന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു രാജ്യത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ രാജ്യം ചെല്ലിനും ചെലവിനും കൊടുത്ത് അവിടുത്തെ ഭീകര സംഘടനകളെ വളർത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ അവിടെയും നിരപരാധികളായിട്ടുള്ള സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, സമാധാനം കാംക്ഷിക്കുന്ന, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്തണേ എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇരു രാജ്യങ്ങളിലുമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ഇന്ത്യയിലുമുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിലുമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധത്തിൻ്റെ ഒരു തുടർച്ച ഒരു രീതിയിലും ആരുടെ നല്ലതിന് വേണ്ടിയല്ല. അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ഒരു സാംസ്കാരിക പൈതൃകവും ഒക്കെയുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് മധ്യസ്ഥ ചർച്ച ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഒരു മുൻകൈ എടുക്കുക അല്ലെങ്കിൽ അത് നിർത്താനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട, അതിനെ കൈയടിക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ അഖിൽ മാരാറെ പോലെ സമൂഹത്തിൽ ഒരു പരിധിവരെ നിലയും വിലയുമൊക്കെ ഉള്ള അല്ലെങ്കിൽ ആൾക്കാർ അദ്ദേഹം പറയുന്ന കേൾക്കാൻ ആൾക്കാരും ആരാധകരുമുള്ള ഒരു വ്യക്തി അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് വളരെ മോശമായി പോയി. അല്ലെങ്കിൽ അത് ഒരു രീതിയിലും മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയെങ്കിലും ഒരു തിരുത്തലിന് അഖിൽ മാരാറിന് സാധിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം.